ജയ്പൂരിലെ മാൻസാഗർ തടാകത്തിന് നടുവിലുള്ള കൊട്ടാര സമാനമായ ഒരു നിർമ്മിതിയാണ് ജൽമഹൽ അഥവാ ജലകൊട്ടാരം. 1699 കാലഘട്ടത്തിന്റെ അവസാനത്തോടെ മഹാരാജ മാധോ സിംഗ് ആണ് ഇതിന്റെ നിർമ്മാണം തുടങ്ങിയത്. പിന്നീട് 18-ാം നൂറ്റാണ്ടിൽ ജയ്സിംഗ് രണ്ടാമൻ ഇത് പുതുക്കി പണിയുകയും വിപുലീകരിക്കുകയും ചെയ്തു. ഇതൊരു രാജകീയ വസതി എന്നതിലുപരി വേട്ടയാടൽ താവളമായും വിനോദത്തിനായുള്ള ഇടവുമായിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. രാജകുടുംബാംഗങ്ങളുടെ താരാവ് വേട്ടയ്ക്കിടയിൽ രാജാവിനും പരിവാരങ്ങൾക്കും തങ്ങാനും വിശ്രമിക്കാനുമുള്ള ഒരു കേന്ദ്രമായി ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചാണ് ഈ ചെറിയ കൊട്ടാരം പണി കഴിപ്പിച്ചിട്ടുള്ളതെന്ന് ചരിത്രരേഖകളിൽ പറയപ്പെടുന്നു. പ്രാദേശികമായി ലഭിക്കുന്ന മണൽക്കല്ലുകളാൽ നിർമ്മിച്ച 5 നിലകളുള്ള ഈ കൊട്ടാരം ഒരു തടാകത്തിന് നടുവിലാണ് പണിതിട്ടുള്ളത്. തടാകം നിറയുന്നതോടുകൂടി ഇതിൻ്റെ 4 നിലകളും വെള്ളത്തിനടിയിലാവുകയും മുകൾ ഭാഗത്തെ നില മാത്രം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതായി തോന്നുന്ന രീതിയിൽ കാണപ്പെടുകയും ചെയ്യുന്നു. പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ചുണ്ണാമ്പ് മിശ്രിതം ഇതിൻ്റെ ചുമരുകൾക്കുള്ളിലേക്ക് വെള്ളമിറങ്ങുന്നത് തടയുന്നതായി ചരിത്ര ഗവേഷകർ പറയുന്നു. മുഗൾ രജപുത്ര വാസ്തുവിദ്യ ശൈലിയിലാണ് ഈ കൊട്ടാരം പണിതിട്ടുള്ളത്. ജറോക്കകളും താഴികക്കുടങ്ങളും മുകളിലായി 4 പ്രധാന ഛത്രികളും കൂടാതെ 3 വശങ്ങളിൽ മാത്രം ചുമരുകളുള്ള തിബരികൾ എന്ന മണ്ഡപവും ഉൾക്കൊള്ളുന്നതാണ് ഇതിൻ്റെ ഘടന. മേൽക്കൂരയ്ക്ക് മുകളിലായി ചെടികളും മരങ്ങളും വരെ വളർന്നു നിൽക്കുന്ന ഒരു പൂന്തോട്ടവും കാണാം. പല ജ്യാമിതീയ രൂപങ്ങളിലുള്ള കൊത്തുപണികളും ശില്പകലകളും ഉൾക്കൊണ്ടതാണ് ചമേലി ബാഗ് എന്നറിയപ്പെടുന്ന ഈ പൂന്തോട്ടം. രാജകുടുംബാംഗങ്ങൾക്ക് അവരുടെ വിനോദത്തിനായുള്ള ഇടവേളകൾ ആസ്വദിക്കാനുള്ള ഒരു സ്വകാര്യ ഇടമായിരുന്നു ഈ ചമേലി ബാഗ്. കൊട്ടാരത്തിന്റെ മുകളിലെ നിലയിലെ അകത്തളങ്ങളിൽ വലിയ കമാന ആകൃതിയിലുള്ള കവാടങ്ങളും വിശാലമായ ഇടനാഴികളും ജാലി വർക്കുകളും മറ്റ് അലങ്കാരപ്പണികളും കാണാം. കൂടാതെ പരമ്പരാഗത രാജസ്ഥാനി ചിത്രകലകളാൽ സമ്പന്നമായ മേൽക്കൂരയും ഇവയ്ക്കുള്ളിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ജൽമഹലിലേക്ക് തടാകക്കരയിൽ നിന്നും വള്ളങ്ങളിലോ ബോട്ടുകളിലോ ആയാണ് മുൻപ് സന്ദർശകരെ എത്തിച്ചിരുന്നത്. ജൽമഹലിന്റെ ഉൾവശത്തേക്ക് ഇപ്പോൾ സന്ദർശകർക്കായി പ്രവേശനം അനുവദിക്കാറില്ല. മാൻസാഗർ തടാക തീരത്ത് നിന്ന് മാത്രമേ കൊട്ടാരം കാണുവാൻ അനുവാദമുള്ളൂ. രാത്രിയാകുമ്പോൾ കൊട്ടാരം ദീപാലങ്കൃതമാകുന്നതോടെ ജൽമഹൽ വെള്ളത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു രത്നം പോലെ ദൃശ്യമാകും. ഈ മനോഹരമായ കൊട്ടാരവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള മാൻസാഗർ തടാകവും ഒരു കാലത്ത് അവഗണനയും കേടുപാടുകളും നേരിട്ട് മോശം അവസ്ഥയിലായിരുന്നു. പിന്നീട് രാജസ്ഥാൻ സർക്കാരും മറ്റു പ്രൈവറ്റ് പങ്കാളികളും ചേർന്ന് വലിയൊരു പുനരുദ്ധാരണ പദ്ധതിക്ക് തുടക്കമിടുകയും തടാകം വൃത്തിയാക്കുകയും കൊട്ടാരം അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ചരിത്ര സ്മാരകം വീണ്ടും ആകർഷകമായ ഒരു കാഴ്ചയായി മാറി. മാൻസാഗർ തടാകവും പരിസരവും അറിയപ്പെടുന്ന ഒരു പക്ഷി സങ്കേതമായും പ്രാധാന്യമർഹിക്കുന്നുണ്ട്. വാസ്തുവിദ്യ, പ്രകൃതി, സാംസ്കാരിക പൈതൃകം എന്നിവയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് തടാകത്തിന് നടുവിൽ തല ഉയർത്തി നിൽക്കുന്ന ജൽമഹൽ
രാത്രിയോടെ ജൽമഹലിന്റെ പരിസര കാഴ്ചകളും കണ്ട് ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു. ജയ്പൂരിന്റെ മറ്റ് വിശേഷങ്ങളും കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ രാജസ്ഥാൻ യാത്രകൾ തുടരുകയാണ്.